ഇവിടെ നമ്മളിപ്പോൾ ഒരു പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാറ്. 3 മാസമായിട്ടുള്ളൂ. ഇവിടെ കൂനൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ്. നിലവിൽ 8 പശുക്കളുണ്ട്. അവിടെ ഇപ്പോൾ മാഡം ചോദിച്ച പോലെ കറവയന്ത്രമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണോ? ഒരു ഇൻഡിവിജ്വൽ. അദ്ദേഹം അവിടെ ചെയ്യുന്നത് 7 അനിമലുണ്ട്. ഇതുപോലെ തന്നെ പാക്കറ്റിലാക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ വയ്ക്കും. ആവശ്യക്കാർ വന്ന് മേടിച്ചിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റിന് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന ചർച്ചയിലേക്കാണ് ഇനി. പഞ്ചായത്ത് അധികൃതരും വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ജനങ്ങളുമാണ് ചർച്ചയിൽ ജൂറിക്കൊപ്പം. ഈ പഞ്ചായത്തുകളിൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ശാശ്വതവൽക്കരണം, സ്ഥായി ഭാവമുള്ള വികസനം ആണ് എത്രത്തോളമുണ്ട് അത് പ്രചരിപ്പിക്കാനും അത് എൻകറേജ് ചെയ്യാനും കൂടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. ചില പഞ്ചായത്തുകളിലെ ജൈവ കൃഷി ഒരു പ്രധാന കാർഷിക രംഗത്തെ പ്രവർത്തനമായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്തിൽ അങ്ങനെ ജൈവ കൃഷി നടത്തുന്ന ഏതെങ്കിലും വാർഡോ പ്രദേശമോ ഉണ്ടോ? ഉണ്ട്. പറയും. 8-ാം വാർഡിൽ ഒരു 5-7 കർഷകർ ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. കൂടുതലായിട്ടും ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എത്ര ഏക്കർ ഉണ്ടാവും? അതിപ്പോൾ ഒരു 5 ഏക്കർ ജൈവ കൃഷി മാത്രമായിട്ട് ചെയ്യുന്ന ഏരിയയിലുണ്ട്. അത് ഈ എത്ര കർഷകർ ചേർന്നിട്ടാണ്? 5-6 കർഷകരുണ്ട്. 6 കർഷകരുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കൂട്ടായിട്ടുള്ള പ്രവർത്തനം വ്യക്തിപരമായിട്ടാണ് ചെയ്യുന്ന. അടുത്തടുത്ത പ്രദേശങ്ങളായതുകൊണ്ട് എല്ലാവരും തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും എല്ലാം ചെയ്താണ് കൃഷി നടപ്പാക്കുന്നത്. പഞ്ചായത്തിൻ്റെ പുതിയ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഞങ്ങൾ അഡോളസെന്റ് ഗേൾസ്, നമ്മൾ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വരുന്ന കുട്ടികളാണ് അഡോളസെന്റ് ഗേൾസ്. അഡോളസെന്റ് ഗേൾസിൻ്റെ ക്ലാസ്സുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ ഏജ് ഗ്രൂപ്പ് 9 വയസ്സ് മുതൽ 19 വയസ്സ് വരെ അഡോളസെന്റ് ഗേൾസിൻ്റെ ഏജ് ഗ്രൂപ്പ് തിരിച്ചിരിക്കുകയാണ്. ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുമിച്ചിരുത്തി ക്ലാസ് എടുത്താൽ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അതൊക്കെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ 9 വയസ്സ് മുതൽ 19 വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിലുള്ളത്. വീട് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഒന്നായിട്ട് കൊടുക്കുന്നതാണ്. അത് ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ ആണുങ്ങളില്ലാത്ത സ്ത്രീകൾക്ക് ആണോ കൊടുക്കുന്നത്? ആണുങ്ങളില്ലാത്ത സ്ത്രീകൾ അങ്ങനെ വനിതകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, കുടുംബശ്രീ ആണെങ്കിലും വനിതകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ആശ്രയ പദ്ധതി വന്നിരിക്കുന്നത്. അതിനകത്ത് ആണുങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ജോലി ചെയ്യാനോ വരുമാനം കൊണ്ടുവരാനോ കഴിയില്ലാത്ത ആണുങ്ങൾ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ അങ്ങനെയുള്ളവരിലുണ്ട്. അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്താണല്ലോ നമ്മൾ സർവേ നടത്തിയിരുന്നു, വിപുലമായ സർവേ നടത്തി. അതിൽ നിന്നാണ് നമ്മൾ 70 കുടുംബങ്ങളെ തെരഞ്ഞെടുത്തത്. അതിലാണ് നമ്മൾ 20 പേർക്ക് 20 കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന് നല്ല വിപുലമായ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. ഏകദേശം 8500ഓളം പുസ്തകങ്ങൾ ഞങ്ങൾക്കുണ്ട്. 8500ഓളം പുസ്തകങ്ങളുണ്ട്. ഓരോ മാസവും എത്ര പുസ്തകം ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്? 500ഓളം പുസ്തകങ്ങൾ ഇഷ്യൂ ചെയ്യും. 500ഓളമാണോ? 500ആണോ? 500, ചിലപ്പോൾ 500 കൂടാം, ചിലപ്പോൾ 500 താഴെ നിൽക്കാം, മാസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്. സ്ത്രീകൾ ലൈബ്രറി ഉപയോഗിക്കാറുണ്ട്? തീർച്ചയായിട്ടും സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും ധാരാളമായി തന്നെ വരാറുണ്ട് ലൈബ്രറിയിൽ. ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് സ്ത്രീകളുടെ സംവരണം ഇല്ലാതെ തന്നെ 18 മെമ്പേഴ്സുള്ളതിൽ 10 പേരും സ്ത്രീകളാണെന്നുള്ളതും തുടർച്ചയായിട്ട് ഒരു സ്ത്രീ ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഇതൊരു പ്രതിപക്ഷ ഭരണ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ഒരു സ്വയം പര്യാപ്ത ഗ്രാമമായിട്ട് അല്ലെങ്കിൽ മാറാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. പക്ഷേ പലതും ഇനിയും പൂർണ്ണത പ്രാപിക്കേണ്ടതായിട്ടും ഉണ്ട്. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം.
മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. രണ്ടാം റൗണ്ടിലേക്ക് കൊരട്ടി പഞ്ചായത്തിന് സ്വാഗതം. പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് ഇതിൽ കണ്ടു. പിന്നെ ക്വസ്റ്റ്യനെയറിലും കുറേ കൂടുതൽ വിവരങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടീം ലീഡർ ഇവിടെ ഇരിപ്പുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം. അവിടെ ശ്മശാന സൗകര്യം ലഭ്യമല്ലാത്ത ആളുകൾക്ക് ശവദാഹത്തിന് വേണ്ടി ഒരു മൊബൈൽ ഫ്യൂണറൽ ചൂള, ഒരു ഓട്ടോമൊബൈൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ചൂള ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നെങ്കിലും അപ്പോഴേക്കും വേറൊരു ശവദാഹം കിട്ടിയതുകൊണ്ട് അവർ പോയി അത് കാണാൻ പറ്റിയില്ല. അത് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം. ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചതാണ്. സഞ്ചരിക്കുന്ന ശവസംസ്കാര യൂണിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ സ്വന്തമായി സ്ഥലമില്ലാത്ത നിർധനരായ കുടുംബങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇനിയും വീടുകൾ കൊടുക്കാനുള്ള വീടുകളിലേക്കല്ല കൊടുക്കുന്നത്, ഈ മൊബൈൽ ചൂള വഴി നിർധനരായ കുടുംബങ്ങൾ ഇനിയും പഞ്ചായത്തിൽ കുറേ ഉണ്ടോ? കുറേ ഉണ്ട് എന്നുള്ളതല്ല, ഉള്ളവർക്ക് ഇപ്പം 3 സെന്റ് ഒക്കെ ഉള്ളൂ അങ്ങനെ താമസിക്കുന്നവർക്ക് ഇതിന് സ്ഥലം വേണ്ട. ഇപ്പോഴത്തെ അനുസരിച്ച് മറവ് ചെയ്യുന്നതിനെ ഇപ്പോൾ ദഹിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റേ ചൂള സംവിധാനം ഇടുമ്പോൾ നമുക്ക് സ്ഥലം വേണം. ഇത് ഈ പെട്ടി കൊണ്ടുവന്ന് അവിടെ വെച്ചാൽ അതിലാണ് ഇത് സംസ്കരിക്കുന്നത്. അപ്പോൾ എത്ര സ്ഥലം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം. ചുരുങ്ങിയ രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് 1500 രൂപ മാത്രമാണ് ഇവർ വാങ്ങുന്നത്. എല്ലാ പഞ്ചായത്തിന്റെ ചെലവ് എന്താണ്? ഇവിടെ SGSY പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം നൽകിയ സംഘമാണത്. കൊരട്ടി പഞ്ചായത്തിൽ 18-ാം വാർഡിൽ പ്രണവം സ്വയം സഹായ സംഘം പുരുഷ സംഘമാണ്. അവർക്ക് ബ്ലോക്ക് തലത്തിലുള്ള SGSY പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുള്ള 4,06,000 രൂപ അവർക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. 1,00,000 രൂപ സബ്സിഡി. സ്ത്രീകൾക്ക് വളരെ പ്രാമുഖ്യമുള്ളൊരു പഞ്ചായത്താണ് അതെന്നുണ്ടെങ്കിലും ഇന്നിവിടെ വന്നിട്ടുള്ളതിൽ സ്ത്രീകൾക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രാതിനിധ്യം കാണുന്നില്ല. അതിനുള്ളൊരു കാരണം എന്തായിരിക്കാം? 5 പേര് എത്തിയിരിക്കുന്നു. കൂടാതെ തന്നെ ചെയർപേഴ്സൺ 2 പേരുണ്ട്, ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായ 2 പേരും കൂടെ എത്തിയിരിക്കുന്നു. CDSന്റെ ചെയർപേഴ്സൺ എത്താതെ പോയത് എൻ്റെ കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ടാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നല്ല പ്രാമുഖ്യം കൊടുത്ത ഒരു പഞ്ചായത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. വീട്, കുടിവെള്ളം, അതുപോലെ ശുചിത്വം, ഇതിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് പ്ലാസ്റ്റിക് ആണ്. അതിനുള്ള നടപടികൾ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അല്ലെ? പുതിയൊരു പ്രോജക്റ്റ് എന്തോ വരുന്നു, അത് വിശദീകരിക്കാം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോൾ ടോട്ടൽ സാനിറ്റേഷൻ്റെ ഫണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലാണ് ഫണ്ട് അലോക്കേഷൻ ആയിരിക്കുന്നത്. 9,22,000 രൂപ. അതിൽ 3 പ്രോജക്റ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പൊതു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വിൽപ്പനശാലയാണ്. അതിൽ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ വേസ്റ്റ് വരുന്ന ഇറച്ചിയൊക്കെ ആ പ്ലാന്റിൽ ഇട്ടുകൊണ്ട് അവിടുത്തെ ഊർജം, അതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുക എന്നുള്ളതൊരു പ്രോജക്റ്റ്. രണ്ടാമതായിട്ട് അവിടെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാർഡിനെ ദത്തെടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ടൗൺ വാർഡിനെ ദത്തെടുത്തുകൊണ്ട് അതിൽ 500 വീടുകളുണ്ട്. 15-ാം വാർഡാണ് ടൗൺ വാർഡ്. ആ വാർഡിലേക്ക് 2 ബക്കറ്റ് നമ്മൾ കൊടുക്കുന്നു. പച്ചയും വെള്ളയും 2 ബക്കറ്റ് കൊടുത്തുകൊണ്ട് ജൈവവും അജൈവവും തിരിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ തിരിച്ചു വരുന്നത് ജൈവം ലയിച്ചു പോകുന്നത് ഈ പ്ലാന്റിലേക്ക് ഒഴിക്കുന്ന 25 m³ ബയോഗ്യാസ് പ്ലാന്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുടുംബശ്രീകൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് എടുക്കുമ്പോൾ 1 രൂപ ക്രമത്തിൽ നമ്മൾ നിശ്ചയിച്ച് അവർക്ക് വേതനം സാമ്പത്തികം കിട്ടത്തക്ക രീതിയിൽ അവിടെ നിന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് ഈ പ്ലാന്റിൽ നിക്ഷേപിക്കുകയും, അതുപോലെ ലയിക്കാത്ത പ്ലാസ്റ്റിക്കൊക്കെ ഒരു ഷണ്ടിങ് മെഷീൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോൾ പ്രോജക്റ്റ് രൂപീകരിച്ചിട്ടുള്ളൂ. അതിന് 1,00,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്ലി പറയുന്നത്. ഷണ്ടിങ് മെഷീൻ, അതിൽ ഈ വേസ്റ്റ് നമ്മളുടെ ഈ പ്ലാസ്റ്റിക് കഴുകിയൊക്കെ എടുത്ത് അത് റീസൈക്ലിംഗ് ചെയ്ത്, ഇപ്പോൾ അതിൻ്റെ നിയമവശം പറയുന്നത് പ്രോജക്റ്റിൽ വെച്ചിരിക്കുന്നത് ടാറിങ്ങിന് ഉപയോഗിക്കാം അതിൻ്റെ നിശ്ചിത അനുപാതം ടാറിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഒരു പ്രോജക്റ്റ് വിഭാവനം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ കാണിച്ചപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് വല്ലാതെ തോന്നി. അങ്ങനെ സംഭരണത്തിന് അതിനൊരു ക്രമീകരണം ഒന്നുമില്ലേ? കാരണം അവിടെ അങ്ങ് കിടക്കുകയാണ് ഈ വേസ്റ്റ് മുഴുവൻ. എവിടെ വെച്ചിട്ടാണ് ഇത് വേർതിരിക്കുന്നത്? പ്ലാസ്റ്റിക്കിനെയും
ജൈവ മാലിന്യത്തിനെയും? സ്ഥലത്ത് കൊണ്ടിട്ടതിന് ശേഷമാണ് തിരിക്കുന്നത്. അല്ല, കൊണ്ടിടാൻ അങ്ങനെ ഓപ്പണായിട്ട് അങ്ങ് കൊണ്ടിടുകയാണോ? നമ്മളുടെ സ്വീപ്പേഴ്സ്, പഞ്ചായത്തിന് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ 3 സ്വീപ്പേഴ്സ് ആഴ്ച. ഷെഡൊന്നുമില്ല. ഷെഡ് വേസ്റ്റ് കൊണ്ടുനടാൻ ഷെഡായിട്ടില്ല. ഇത് രണ്ടും അല്ലാതെയുള്ള കുറേ വേസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബാറ്ററി, പിന്നെ ഇലക്ട്രിക്കൽ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ വേസ്റ്റ്, മൊബൈലിൻ്റെ വേസ്റ്റ്, പിന്നെ അതുമാതിരിയുള്ള മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വേസ്റ്റ്, ഒരുപാട് അതുമാതിരിയുള്ള വേസ്റ്റ്. ഇതെല്ലാം സംഭരിക്കാനായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിക്ഷേപിക്കാനായിട്ടോ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അതോ അത് വാങ്ങാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഈ വേസ്റ്റ് അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടില്ല. അവിടെ 2 ആസ്പത്രികളാണുള്ളത്. അങ്ങനെയുള്ള അവർ തന്നെ സംസ്കരിക്കുകയാണ്. സ്വന്തം ഇൻസിനറേറ്ററിൽ തന്നെ സംസ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻസിനറേറ്റർ നിരോധിച്ചിരിക്കുന്നതാണെന്നാണ് ഞങ്ങൾക്കുള്ള അറിവ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ്, പ്രത്യേകിച്ചും സിറിഞ്ച്, സൂചി, അതുമാതിരിയുള്ള ഈ പ്ലാസ്റ്റിക്കോ അതുമാതിരിയുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ ഒരു സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട IMA ജില്ലാ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാമെന്നും, അല്ലെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഒരു ഫീസ് കൊടുക്കണമെന്നും, അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇമേജ് എന്നാണ് അതിൻ്റെ പേര്. ഇമേജ് അത് പാലക്കാട് പുതുപ്പരിയാരം പഞ്ചായത്തിലാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. മലമ്പുഴ പഞ്ചായത്തിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അവർ ഹോസ്പിറ്റലിൽ വന്ന് ഈ സാധനങ്ങൾ കൊണ്ടുപോകും. നീഡിൽ, ഡ്രസ്സ് ചെയ്തത്, കുപ്പികൾ, അങ്ങനെ എല്ലാം അവർ കൊണ്ടുപോകും. ഒരു ഹോസ്പിറ്റലിലെ ഒരു ബെഡിന് ഇത്ര രൂപ എന്നാണ് അതിൻ്റെ ചാർജ്. അവരായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇൻസിനറേറ്റർ ഉടനെ നിരോധിക്കണം പഞ്ചായത്ത്. പിന്നെ അതുപോലെ തന്നെ സ്മോക്ക്ലെസ് ചൂള, പുകയില്ലാത്ത അടുപ്പ്, ഏകദേശം 935 വീടുകളിൽ അത് ചെയ്തത് ആരാണ്? തീർച്ചയായിട്ടും എല്ലാ വീടുകൾക്കും ഈ പുകയില്ലാത്ത അടുപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏജൻസി നൽകുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ചെയ്യുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഈ പുകയില്ലാത്ത അടുപ്പുകൾ വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്കാണ് അപ്പോൾ ആ സബ്സിഡി കിട്ടുക. സബ്സിഡി കൊടുക്കുന്നത് ഈ വായ്പ തുക കംപ്ലീറ്റ് കൊടുക്കുന്നത് ഗുണഭോക്താവിനാണ്. ഗുണഭോക്താവിന് കൊടുക്കും. അവർ അതിന്റെ ചെലവ് വഹിക്കും. അതിന് ഒരു ഭാഗം സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എത്ര വർഷമായി ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം? ഉദ്ദേശം 15 വർഷത്തോളമായി. 15 വർഷത്തിൽ 935 അടുപ്പുകൾ വെച്ചു. ഒരു വർഷത്തിൽ 80 അടുപ്പ് വെച്ചു. മറ്റു പല മേഖലകളിലും വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച കൊരട്ടി പഞ്ചായത്ത് NREGSൽ എന്താ പുറകോട്ട് പോകാൻ കാരണം? ശരാശരി 20 തൊഴിൽ ദിനങ്ങൾ മാത്രമേ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളൂ. അതിന് തടസ്സങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു തടസ്സവും ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചെന്നറിയില്ല. തൊഴിലിന് വേണ്ടത്ര ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇല്ലെന്നോ അതോ അതൊരു തടസ്സമല്ലെന്നോ? തൊഴിലിന് ഡിമാൻഡ് ഉണ്ട്, തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അത് തടസ്സമല്ല. അപ്പൊ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ എന്താ NREGS കൂടുതൽ തൊഴിൽ ദിനം കൊടുക്കാത്തത്? നമുക്ക് NREGSൽ ഇത് പറ്റിയത് നമുക്ക് നീർത്തട ആക്ഷൻ പ്ലാൻ ഈ വർഷം തുടങ്ങിയുള്ളൂ. അല്ലല്ലോ, ഇവിടെ 2005 നീർത്തട മാസ്റ്റർ പ്ലാൻ ആയി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അത് വെസ്റ്റ് ചെങ്കട്ടിന്റെ പദ്ധതി. അതനുസരിച്ചിട്ടും നീർത്തട മാസ്റ്റർ പ്ലാൻ അല്ല അത്. അല്ലല്ല, നീർത്തട മാസ്റ്റർ പ്ലാൻ ഇപ്പം ആയിട്ടുള്ളൂ. അതിന്റെ ഒരു വീഴ്ച പറ്റി. അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കൊരട്ടിയിലെ ഒരു 300 ഏക്കറോളം കമ്പനികൾ. നിങ്ങൾ അനുയോജ്യമായ പദ്ധതികൾ ഇല്ല എന്നുള്ളിടത്തും തടസ്സമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പദ്ധതികൾ ധാരാളം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഇപ്പൊ ഈ നീർത്തട ആക്ഷൻ പ്ലാൻ വന്നപ്പോൾ ഒരുപാട് പദ്ധതികളായി. അപ്പൊ ഇനി മുതൽ തടസ്സങ്ങളില്ല. ഇപ്പൊ ഈ 3 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 3.5 ലക്ഷം രൂപ ഇപ്പൊ ചെലവഴിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിന്റെ പല പദ്ധതികളും വളരെ നല്ലതാണ്. വിശേഷിച്ചും മൃഗപരിപാലന കർഷക സഹായ ട്രസ്റ്റ് രൂപീകരണം, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. ഒരു എത്ര ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അവിടെ നടക്കും? സർ, അവിടെ ഏകദേശം 10,000 രൂപയുടെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുന്നത്. ഒരു വർഷത്തിൽ എത്ര? ഒരു ദിവസം 10,000 രൂപയുടെ ബിസിനസ് നടക്കുന്നത്. ഉൽപ്പന്നങ്ങൾ മുഴുവൻ കൃഷിക്കാർ തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊരട്ടി പഞ്ചായത്തിൽ താമസിക്കുന്ന കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്ന ഒരു കർഷകരുടെ കൂട്ടായ്മയാണ്. അതിപ്പോൾ കൊരട്ടി NH ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പച്ചക്കറി ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശം ഇല്ല സർ. ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അത് വിപുലീകരിച്ച് പഞ്ചായത്ത് തന്നെ ഒരു മുറി അതിനേക്ക് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ യൂണിറ്റ്സ് സ്ഥാപിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി ഒരു കേന്ദ്രീകൃത വിപണന കേന്ദ്രം പോലെയാണ് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2009-2010 നാണ്യവിളകളിൽ നിന്ന് 3.2 കോടിയുടെ വരുമാനം കിട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഏത് നാണ്യവിളയാണ്? തെങ്ങും ജാതിയും. 2009-2010 121 ലക്ഷം